നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. പ്രധാന വാർത്തകൾ. കൊരട്ടി ചിറങ്ങരയിൽ കണ്ടത് പുലി തന്നെ. കെണിയൊരുക്കാൻ കൊരട്ടി പഞ്ചായത്ത് തല തീരുമാനം. ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 18 മുതൽ 25 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചുവെന്നാരോപിച്ച് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചെമ്പൂച്ചിറ GHS സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ശാസ്ത്രോത്സവം ഗണിതോത്സവവും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി താലൂക്ക് ജനാധിപത്യ മുന്നണി ധർണ നടത്തി. വാർത്തകൾ വിശദമായി. കൊരട്ടി ചിറങ്ങരയിൽ കണ്ടത് പുലി തന്നെ. കെണിയൊരുക്കാൻ കൊരട്ടി പഞ്ചായത്ത് തല തീരുമാനം. ദിവസങ്ങൾക്ക് മുൻപ് കൊരട്ടി ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചുചേർത്ത യോഗത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. പുലിയെ അടിയന്തരമായി കെണിയിൽപ്പെടുത്തി പിടിക്കാൻ 4 ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു. കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചുചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമെ വനം വകുപ്പ്, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷനായി. ചിറങ്ങര, മംഗലശ്ശേരി, ചെറ്റാരിക്കൽ, കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ നേരത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകാനും പുലിയെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് പോലീസ് ആക്ട് പ്രകാരവും IT ആക്ട് അനുസരിച്ചും കേസെടുക്കാനും തീരുമാനിച്ചു. പ്രദേശങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കാനും സ്വകാര്യ ഭൂമിയിലെ അടിക്കാടുകൾ വെട്ടാനും നോട്ടീസ് നൽകാൻ തീരുമാനമായി. പൊതു ഇടങ്ങളിലെ കാടുകൾ പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്യും. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും RRT അംഗങ്ങൾ പ്രസ്തുത സ്ഥലം മുഴുവൻ സമയം നിരീക്ഷിക്കുന്നുണ്ട് എന്നും അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചർ ജീഷ്മ ജനാർദ്ദനൻ അറിയിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, കൊരട്ടി സബ് ഇൻസ്പെക്ടർ CP ഷിബു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ആൽബിൻ ആന്റണി, KP അസീസ്, വില്ലേജ് ഓഫീസർ ഇൻചാർജ് സജീവ് P, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പിള്ളി, PS സുമേഷ്, ഗ്രേസിസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഇടപെടലും പോലീസിൻ്റെ ഭാഗത്തുള്ള ഇടപെടലും ജനപ്രതിനിധികളുടെ ഭാഗത്തുള്ള ഇടപെടലൊക്കെ ഉണ്ടായി. പക്ഷേ ജനങ്ങൾ വലിയ ആശങ്കയാണ്. അപ്പോൾ ആശങ്ക വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുലിയുടെ ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലി എന്നുള്ള രീതിയിൽ. അപ്പോൾ അടിയന്തരമായിട്ട് പുലിയെ പിടിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 18 മുതൽ 25 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 18 ചൊവ്വാഴ്ച ക്ഷേത്രം തന്ത്രി അണിമംഗലത്ത് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി കൊടിയേറ്റുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്നുള്ള എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ ക്ഷേത്രീയ കലാപരിപാടികളും വാദ്യഘോഷങ്ങളും ഉണ്ടാകും. മാർച്ച് 23 ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം 8:30 മുതൽ ഉത്സവ ബലി, 10 മാതൃക്കൽ ദർശനം, തുടർന്ന് പ്രസാദ ഊട്ട്. വൈകിട്ട് 5 നട തുറക്കൽ, ചുറ്റുവിളക്ക്, നിറമാല, ദീപക്കാഴ്ച എന്നിവയുണ്ടാകും. 6:45 മുതൽ 8:30 വരെ സംഗീത കച്ചേരി, തുടർന്ന് അത്താഴ പൂജ, ശ്രീഭൂതബലി എന്നിവയുണ്ടാകും. മാർച്ച് 24 രാവിലെ 8:30 പഞ്ചാരിമേളം, രാത്രി 8:30 പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. മാർച്ച് 25 രാവിലെ 8:30 ആറാട്ട് എഴുന്നള്ളിപ്പോടെ ഉത്സവത്തിന് സമാപനമാകും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വിജയകുമാർ മണാളത്ത്, ശ്രീനിവാസൻ കുറുവങ്ങാട്ട്, പരീക്ഷത്ത് വെളിയത്ത് എന്നിവർ പങ്കെടുത്തു. ഉദ്ദേശം ആനന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം മീനമാസം
18-ാം തീയതി, അതായത് 25 മാർച്ച് 18-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അത് മാർച്ച് 18-ാം തീയതി ശ്രീ അണിമംഗലം നാരായണ നമ്പൂതിരിയുടെ താന്ത്രിക കർമ്മോത്സവത്തിൽ കൊടികയറി 25-ാം തീയതി ഭഗവാന്റെ ആറാട്ടോടുകൂടി അവസാനിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ ഭഗവാന് പ്രത്യേകമായിട്ടുള്ള അഭിഷേകവും ജലധന, എതിർപൂജ, ശ്രീവേലി, അത്താഴ പൂജ ഇങ്ങനെ ക്ഷേത്ര ചടങ്ങുകളോടുകൂടി നടത്തുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ വിവിധ ക്ഷേത്രീയ കലാപരിപാടികളും വാദ്യാസങ്ങളോടും നടത്തുമെന്നാണ്. കൂടുതലായിട്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 23 ശ്രീകോവിലുകളായിട്ട് 39 പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ്. അത് ഇവിടെ അടുത്ത് കേരളത്തിൽ തന്നെ ചിലപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മഹാക്ഷേത്രം എന്നുള്ള രീതിയിൽ പണി കഴിപ്പിച്ചേക്കുന്ന ഒരു ക്ഷേത്ര സങ്കല്പമാണ് അവിടെ. അതായത് ഭഗവാന് ഗർഭഗൃഹത്തിലാണ് ഭഗവാനെ കാണിച്ചേക്കുന്നത്. മഹാക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശ്രീകോവിലുള്ളിൽ ഒരു അറയിൽ ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടാവുള്ളൂ. ചെമ്പൂച്ചിറ GHS സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ശാസ്ത്രോത്സവം ഗണിതോത്സവവും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്റ്റേഴ്സ് കൃപാകൃഷ്ണൻ, സീനിയർ അധ്യാപിക ഗീത KG, നാൻസി KM, രമാദേവി KM എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി. ഞാൻ ഈ അമ്മമാരോട് ഒരു കാര്യം പറഞ്ഞിട്ടാ, പറയണ്ടേ വേണ്ടേ? ചോറ് ഇട്ടിട്ടല്ലേ എന്തിട്ട് വേറെ കഥകളൊക്കെ കേൾക്കണം, അത് ചെയ്തു വളരണം കേട്ടാ. ഓക്കെ, അമ്മമാർ എന്ത് കൊടുത്താണ് വളർത്തുന്നത്? കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചുവെന്നാരോപിച്ച് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ഉദ്ഘാടനം ചെയ്തു. LDF മണ്ഡലം കൺവീനർ KS അശോകൻ അധ്യക്ഷനായി. മുൻ MLA BD ദേവസി, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, നേതാക്കന്മാരായ ജോസ് J പയനാടത്ത്, ഡെന്നിസ് K ആന്റണി, പോളി റാഫേൽ, VI പോൾ, സാബു സുൽത്താൻ, ഷോജൻ D വിധേയത്തിൽ, CP സജീവൻ എന്നിവർ സംസാരിച്ചു. പൊതുയോഗങ്ങളിൽ പകുതിയിലധികം അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ ഭരണസമിതിയെ പിരിച്ചുവിടാമെന്ന പുതിയ നിയമം റദ്ദാക്കുക, സഹകരണ ബാങ്കുകളിലെ ജപ്തി നടപടികളിൽ വ്യക്തത വരുത്തുക, കേരള ബാങ്കിന്റെ അശാസ്ത്രീയമായ പലിശ നിർണ്ണയം പുനഃപരിശോധിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി താലൂക്ക് ജനാധിപത്യ മുന്നണി ധർണ നടത്തി. ചാലക്കുടി കേരള ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ സഹകരണ ജനാധിപത്യവേദി ജില്ലാ ചെയർമാൻ MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ജനാധിപത്യവേദി താലൂക്ക് ചെയർമാൻ OS ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് കൺവീനർമാരായ VL ജോൺസൺ, ED സാബു, KEF താലൂക്ക് സെക്രട്ടറി സിൻഡോ മാത്യു, MK ജോസഫ് എന്നിവർ സംസാരിച്ചു. പ്രവർത്തന ശൈലികളാണ് കേരളത്തിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കേരളത്തിൽ സഹകരണ മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ തിരിച്ചുവിടുകയും മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു മറ്റ് സഹകാരി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇങ്ങനെ ഒരു സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുരുഷ വനിത ടഗ് ഓഫ് വാർ മത്സരത്തിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇരുവിഭാഗങ്ങളിലും ജേതാക്കളായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടി, MES കല്ലടി കോളേജ് മണ്ണാർക്കാട് എന്നീ കോളേജുകൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൈപുണ്യ കോളേജ് കൊരട്ടി, മേഴ്സി കോളേജ് പാലക്കാട് എന്നീ കോളേജുകളാണ് 2-3 സ്ഥാനക്കാർ. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സഹൃദയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL, ഫിനാൻസ് ഓഫീസർ റവറൻഡ് സിബിൻ വാഴപ്പള്ളി, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. ഹൈന്ദവ ജനസേവാ സമിതിയും ആളൂർ സേവാഭാരതിയും സംയുക്തമായി എറണാകുളം ചൈതന്യ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൌജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ആളൂർ പൊരുന്നക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പ് ഹൈന്ദവ ജനസേവാ സമിതി പ്രസിഡന്റ് KK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു.
സെക്രട്ടറി മനീഷ് മോഹൻ അധ്യക്ഷനായി. നേത്രരോഗങ്ങളെക്കുറിച്ചും തിമിര ശസ്ത്രക്രിയയെക്കുറിച്ചും ഹോസ്പിറ്റൽ പ്രതിനിധി AR അനിൽ ക്ലാസ്സെടുത്തു. സേവാഭാരതി ആളൂർ പ്രസിഡന്റ് ഷിജു, ഭാരവാഹികളായ രാജൻ ആളൂർ, ഷാജു PM, സുജീഷ് PS, ശശി MK എന്നിവർ നേതൃത്വം നൽകി. MLAയുടെ പരിശ്രമം ഫലം കണ്ടു. ഇനി ഊട്ടി KSRTC സ്വിഫ്റ്റ് ബസിന് പുതുക്കാട് നിന്ന് കയറാം. തിരുവനന്തപുരം ഊട്ടി സ്വിഫ്റ്റ് ഡീലക്സ് സർവീസിന് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഗതാഗത വകുപ്പ് മന്ത്രിക്കും KSRTC MDയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എല്ലാ ദിവസവും രാത്രി 12:46-ന് ഊട്ടി ബസ് പുതുക്കാടെത്തും. രാവിലെ 5:21-ന് ബസ് ഊട്ടിയിലെത്തും. ഷൊർണൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, നാടുകാണി, ഗുഡല്ലൂർ വഴിയാണ് സർവീസ് നടത്തുന്നത്. തിരിച്ച് രാത്രി 7 മണിക്ക് ഊട്ടിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 12 മണിക്ക് പുതുക്കാടെത്തും. 361 രൂപയാണ് പുതുക്കാട് ഊട്ടി ടിക്കറ്റ് നിരക്ക്. ഒരു ദിവസം തങ്ങാതെ തന്നെ ഊട്ടിയിലെ മനോഹാരിത ആസ്വദിച്ച് തിരിച്ചുവരാൻ ഈ സർവീസ് ഉപകാരപ്പെടുമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എണ്ണമോ നിലവാരമോ എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വിനോദത്തിനും വിശ്രമത്തിനും കൂടുതൽ സമയം അനുവദിക്കണമെന്നും അവർക്ക് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിനുമായി കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണമെന്നും അധ്യാപകർ വെബിനാറിൽ ആവശ്യപ്പെട്ടു. AKPTF ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M. കുമാർ അധ്യക്ഷനായിരുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് VK അജിത് കുമാർ വിഷയാവതരണം നടത്തി. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, ആന്റോ P. തട്ടിൽ, ഷിജി ശങ്കർ, B. ബിജു, CJ ദാമു, NP രജനി, PR ചഞ്ചൽ, P. മെൽവിൻ ഡേവിഡ്, ജെമി ജോയ്, KE അജി, V. ഇന്ദുജ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,210 രൂപ, പവന് 65,680 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടി ചിറങ്ങരയിൽ കണ്ടത് പുലി തന്നെ, കെണിയൊരുക്കാൻ കൊരട്ടി പഞ്ചായത്ത് തല തീരുമാനം. ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 18 മുതൽ 25 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ തീർത്തും അവഗണിച്ചുവെന്നാരോപിച്ച് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചെമ്പൂച്ചിറ GHS സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ശാസ്ത്രോത്സവം, ഗണിതോത്സവവും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി താലൂക്ക് ജനാധിപത്യ മുന്നണി ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.